ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുറച്ചധികം ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ഇപ്പോഴും ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ. എങ്കിലും എനിക്ക് തോന്നിയൊരു വീഡിയോ ഇടണം തോന്നി, അങ്ങനെ ഇടുന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ക്രിസ്തുമസ് കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങൾ ഉള്ള ഒരു ടൈമാണ് ഇപ്പോൾ. പക്ഷെ ആഘോഷിക്കണമൊന്നുമില്ല, ആഘോഷത്തിൻ്റെ ഒരു മാനസികാവസ്ഥയുമല്ല. എങ്കിലും ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണുന്ന കുറച്ച് പേരുണ്ട്, അവരോട് കുറച്ച് ഒരു സൗഹൃദ സംഭാഷണം നടത്തണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാർ അല്ലേ? നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആത്മാർത്ഥതയോടുകൂടിയൊക്കെ നമ്മൾ നിൽക്കും. പക്ഷേ ഈ ആത്മാർത്ഥതയ്ക്ക് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആത്മാർത്ഥതയ്ക്ക് തിരിച്ച് നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം നമ്മളൊരാളോട് ആത്മാർത്ഥത കാണിക്കുന്നത് നമുക്ക് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിനോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നത്. അപ്പം അതിൽ തിരിച്ച് ഇങ്ങോട്ട് ആത്മാർത്ഥത കിട്ടിയില്ല എങ്കിൽ തന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ എൻ്റെ ഒരു ചെറുതല്ലൊരു വലിയ അനുഭവത്തിൽ നിന്ന് ഞാനിപ്പോൾ പാഠം പഠിച്ചു. അപ്പോൾ എന്താണ്, ഇങ്ങടേക്ക് ആരും ആത്മാർത്ഥത കാണിച്ചില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിക്കാനോ എന്താ പറയുക, അതിനെ ചൊല്ലിയിട്ട് ഇതാവാനും നിൽക്കണ്ട. നമ്മൾ അങ്ങോട്ടേക്ക് ആത്മാർത്ഥത കാണിക്കുന്നത് നമ്മുടെ താല്പര്യം മാത്രമാണ്. ഒരിക്കലും അവരാവശ്യപ്പെടുന്നില്ല നിങ്ങൾ ഞങ്ങളോട് ആത്മാർത്ഥത കാണിക്കൂ, നിങ്ങൾ ഞങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നു, അവരൊരിക്കലും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കി വളരെ സന്തോഷമായി പോവാം, അതാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കും ദീപയ്ക്ക് വല്ല അടി കിട്ടിയോ എന്നൊക്കെ, അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ വീഡിയോ ഇടാതെ. അടി കിട്ടിയോ വെച്ച് ചെറിയൊരു അടി വന്നിട്ടുണ്ടായി, അതൊന്നും വിഷയമേ അല്ല കേട്ടോ. ആ വിഷയമൊന്നുമല്ല. ആ ഒരു വിഷയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് എനിക്ക് പറയാൻ തോന്നിയത്. വീഡിയോ ഞാൻ ഇടാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ബ്രദർ മരിച്ചു, കസിൻ മരിച്ചു, പെട്ടെന്ന് മരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആയൊരു ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് പോകില്ല, ഈ ജന്മം ആയ വിഷമം മനസ്സിൽ നിന്ന് നമുക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ ആരോട് ആത്മാർത്ഥത കാണിച്ചാലും ആരോട് നമ്മൾ സ്നേഹം കാണിച്ചു കഴിഞ്ഞാലും തിരിച്ച് കിട്ടണില്ല. അല്ലെങ്കിൽ നമ്മൾ ജോലിയിലായാലും ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലല്ല അങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ നമ്മുടെ കർത്തവ്യം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയോടുള്ള ആത്മാർത്ഥത, നമുക്കാണ് ആത്മാർത്ഥതയുള്ളത് അല്ലേ? അല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആ ജോലി ചെയ്യുന്നതെന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അവർക്ക് വിചാരിച്ചാൽ മതി. അവർ വിചാരിക്കണം നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിച്ചാലും ഞാനത് എന്താ പറയുക, ഞാനത് അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ 100% ആത്മാർത്ഥമായിട്ട് നിൽക്കുക, ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജോലി ചെയ്യുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വേറൊരു കസിൻ പറയണ പോലെ, കർമ്മം ചെയ്യുക, ഫലം ദൈവം തരും, ഉറപ്പായിട്ടും തരും, നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ പ്രകൃതിയുടെ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുക. ഞാനും എൻ്റെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രോയിങ്സൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണാം. നന്ദി, നമസ്കാരം.